പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിലെ കയ്യാങ്കളിയുടെ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കുമാണ് നമ്മൾ ഇനിയും പോകുന്നത്. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോൾ പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തെ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു. പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുകയും ശബ്ദായമാനമായ രീതിയിൽ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ പിന്നീട് വാക്ക് തർക്കത്തിലേക്കും വാക്കേറ്റത്തിലേക്കും തുടർന്ന് കയ്യാങ്കളിയിലേക്കും എത്തുന്ന കാഴ്ചയാണ് പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്. പുറത്ത് CPMന്റെ പ്രതിഷേധ സംഗമം നടക്കുകയാണ്. ഒരു കയ്യാങ്കളിയുടെയും സംഘർഷത്തിന്റെയും ഒക്കെ സാഹചര്യം നേരത്തെ മനസ്സിലാക്കി വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ആ പോലീസിന്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിലെ സംഭവങ്ങൾ മാറിപ്പോയിരുന്നു തുടക്കത്തിൽ. കാരണം അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും നടത്തുകയും അവർ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തു. പിന്നീട് പരസ്പരം പോർവിളികളായി. അങ്ങനെ വാക്കേറ്റത്തിന്റെ വക്കോളം എത്തി. അതിനുശേഷം പിന്നീട് കയ്യാങ്കളിയിലേക്ക് കടക്കുകയും ചെയ്ത ശേഷമാണ് പോലീസിന് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞത്. ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണെന്നാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി, അതോടൊപ്പം തന്നെ സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീജിത്ത്, ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് നിയന്ത്രണത്തിലായിട്ടുണ്ടോ, അതോ പഴയ പോലെ തന്നെ പ്രശ്നവും സങ്കീർണമായ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ? പ്രശ്നങ്ങൾ ഏതാണ്ട് തർക്കങ്ങളും കയ്യാങ്കളിയും അവസാനിച്ചിട്ടുണ്ട്. കൗൺസിൽ ഹാളിൽ നിന്ന് അംഗങ്ങൾ എന്തായാലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ BJP പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. BJP പ്രവർത്തകർ അവർ പ്രധാനമായി ഉയർത്തുന്നത് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനെ എതിർത്ത കോൺഗ്രസുകാരെയും CPIMകാരെയും അവർ ചോദിക്കുന്നത് കളിക്കാര സ്ട്രീറ്റിനെ ജിന്ന സ്ട്രീറ്റ് ആക്കിയ നടപടി പിൻവലിക്കുക എന്നാണ്. കളിക്കാര സ്ട്രീറ്റിന് ജിന്ന സ്ട്രീറ്റ് എന്ന പേര് നൽകിയെന്നാണ് അവരുടെ ആക്ഷേപമുള്ളത്. എന്തായാലും വലിയ സംഘർഷം ഒരു ഭാഗത്ത് നിലനിന്നിരുന്നു. കയ്യാങ്കളി, അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം, ഏറ്റവും ഒടുവിൽ ചെയർപേഴ്സണെ തടഞ്ഞുവെക്കൽ, എല്ലാം കഴിഞ്ഞ അജണ്ടകൾ പാസ്സായി എന്നറിയിച്ച ചെയർപേഴ്സൺ പോവുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകിയ നടപടി അതൊരു അജണ്ടയായി വന്നിരിക്കുന്നു, അത് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് BJP അംഗങ്ങളുടെ വാദം. എന്തായാലും BJP നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അത് പാസ്സായി എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്? അതെ, ഡോക്ടർ ജിയുടെ പേര് നൈപുണ്യ കേന്ദ്രത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനമായിട്ടുള്ളത്. അത് ആ നടപടിയുമായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും പാലക്കാട് നഗരസഭാ കൗൺസിലും മുന്നോട്ട് പോകുക തന്നെ ചെയ്യാണ്. നിങ്ങൾ നഗരസഭയ്ക്ക് അകത്ത് കയറി പ്രതിഷേധിച്ചു, കൗൺസിൽ ഹാളിനകത്ത് കയറി പ്രതിഷേധിച്ചു എന്നാണ് കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധിച്ചതല്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പുറത്തുനിന്ന ആളുകളെ അകത്തേക്ക് വിളിച്ച് ചെയർപേഴ്സനെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച സമയത്ത് അതിനെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകർ അതിനകത്ത് കയറിയതാണ്. BJP പ്രവർത്തകരല്ല അതിനകത്ത് ആദ്യം കയറിയത്. വീഡിയോയുടെ വിഷ്വൽസ് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് വേറെ പാർട്ടിക്കാർ കയറിയ ഉടനെ ചെയർപേഴ്സനെ പ്രതിരോധിക്കുകയും അവരെ ഉന്താനും തള്ളാനും അടിക്കാനും അടക്കം തുനിഞ്ഞത് കണ്ടുകൊണ്ടിരുന്ന പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തേക്ക് കയറി തന്നെയായിരുന്നു. തീർച്ചയായും അതാണ് BJPക്ക് പറയാനുള്ളത്. തൊട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ജയഘോഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ ഭാഗത്തുണ്ട്. കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളാണ് ആ പ്രതിഷേധവുമായി അവിടെ ഉണ്ടായിരുന്നത്. അവരെയും പോലീസ് ഏതാണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവർ പറയുന്നത് നിങ്ങൾ കൗൺസിൽ ഹാളിനകത്തേക്ക് കയറിയെന്നാണ് അവർ പറയുന്നത്. കൗൺസിലിലെ അജണ്ട പോലും അവതരിപ്പിക്കാതെ കൗൺസിലിൽ പല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ കൗൺസിലർമാർ അതിനെ എതിർത്തപ്പോൾ BJPയുടെയും RSSന്റെയും പ്രവർത്തകരായ ആളുകൾ ഗാലറിയിൽ മുൻകൂറായി വെയിറ്റ് ചെയ്യുകയും ഇവിടെ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ കൗൺസിലിലേക്ക് കയറി കോൺഗ്രസിന്റെ പതാക ഉയർത്തിയെന്നൊരു ആക്ഷേപം അവർ ഉയർത്തുന്നുണ്ട്. അത് ഗാലറിയിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ പതാക ഉയർത്തിയത് ഗാലറിയിലാണ്, കൗൺസിലിനകത്തല്ല. അതുകൊണ്ട് കൗൺസിലിനകത്തേക്ക് ചാടിക്കയറിയത് അജണ്ട പാസ്സായി. നിങ്ങളിപ്പോൾ എന്ത് പ്രതിഷേധം നടത്തിയാലും അജണ്ട പാസ്സായി എന്നാണ് BJP അംഗങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഒരിക്കലും അനുവദിക്കില്ല. ഇതിനെതിരെ നിയമ പോരാട്ടം നടത്താൻ കോൺഗ്രസ് മുന്നോട്ട് പോകും. പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് നിങ്ങളുടെ പ്രതിഷേധം പുറത്തുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ഇന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്ന പരിപാടി കോട്ടമൈതാനത്ത് വെച്ച് അത് അവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ്. KPCC പ്രസിഡന്റ് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന പരിപാടി കോൺഗ്രസ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ പുറത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അടക്കമുള്ള ആളുകൾ അവിടെ പ്രതിഷേധ സംഘവുമായി അവർ അവിടെ തന്നെ തുടരുന്ന ഒരു കാഴ്ച. എന്തായാലും നഗരസഭയ്ക്കകത്തെ സംഘർഷത്തിന് താൽക്കാലികമായ വിരാമമായിരിക്കുന്നു. പക്ഷേ പുറത്തിപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇത് കനക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് K സുധാകരൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. GK. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകുന്നത്. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിലെ കയ്യാങ്കളി ഏറെക്കൂടെ അവസാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ CPMന്റെ പ്രതിഷേധ സംഗമം ഇപ്പോൾ നഗരസഭയ്ക്ക് പുറത്ത് നടക്കുന്നുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ശ്രീകുമാരൻ നൽകി.
നഗരസഭയുടെ നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത രാഷ്ട്രീയ തർക്കങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിലെ കയ്യാങ്കളിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. CPMന്റെ പ്രതിഷേധ സംഗമവും അതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കനത്ത പോലീസ് സന്നാഹത്തിന് നടുവിലാണ് ഈ പ്രതിഷേധ സംഗമം നടക്കുന്നത്. ശ്രീകുമാരൻ, അതോടൊപ്പം തന്നെ സമീർ ബിൻ കരീം എന്നിവരാണ് പാലക്കാട്ട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പങ്കുവച്ചത്.